ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് ഒരു ഡിഫറെൻറ്റ് പേരിൽ കാബൂൾ ചന്ന വെച്ചിട്ടൊരു കറിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് കൊത്തി അരിഞ്ഞ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മീഡിയം സൈസ് 2 സവാള എടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളി നന്നായി മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് നന്നായിട്ട് വരും. അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മസാല നന്നായിട്ട് മൂത്ത് വരണേ, അപ്പോഴേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് കൊത്തി അരിഞ്ഞ് ടൊമാറ്റോസ് ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ ഒന്ന് തവി വെച്ചിട്ട് ഉടച്ച് കൊടുക്കുക, അപ്പം പെട്ടെന്ന് കുക്കാവും. ഇതിനകത്തേക്ക് ഞാൻ ആദ്യം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ച കാബൂൾ ചന ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചന നമുക്ക് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ വീണ്ടും ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് കിട്ടും. ബാക്കിയുള്ള മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ മറക്കാതെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.